ലോകത്തിന്റെ നെറുകയിലേക്ക് വീണ്ടും ഇന്ത്യ കുതിച്ചെത്തിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT-20 ഭ്രമണപഥത്തിലേക്ക് കുതിച്ചുയർന്നു. അമേരിക്കൻ ബിസിനസ്സുകാരൻ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലേറിയാണ് ഉപഗ്രഹം ബഹിരാകാശത്തേക്ക് കുതിച്ചത്. US-ലെ കേപ്പ് കനാവറൽ വിക്ഷേപണത്തറയിൽ നിന്ന് തിങ്കളാഴ്ച അർദ്ധരാത്രി 12 മണിക്കായിരുന്നു വിക്ഷേപണം. എന്നാൽ ISRO രാജ്യത്തുണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ സഹായം ഇന്ത്യ തേടിയതെന്ന ചോദ്യവും വിമർശനവും പല കോണിൽ നിന്നും ഉയർന്നിരുന്നു. ഇതിന് കാരണം ഇതാണ്: 4700 കിലോ ഭാരം വരുന്ന GSAT-20 ഭ്രമണപഥത്തിലെത്തിക്കാൻ ശേഷിയുള്ള റോക്കറ്റുകൾ ഇന്ത്യക്കില്ല എന്നതാണ് സത്യം. അതിനാലാണ് സ്പേസ് എക്സിന്റെ സഹായം ഇന്ത്യ തേടിയത്. ISROയുടെ ഏറ്റവും ശക്തിയുള്ള വിക്ഷേപണ വാഹനമായ LVM-3 അഥവാ ബാഹുബലിക്ക് ഉയർത്താൻ കഴിയുന്ന ഭാരം 4000 മുതൽ 4100 കിലോ മാത്രമാണ്. ഭാരമുള്ള ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കാൻ ISRO ആശ്രയിച്ചിരുന്ന ഫ്രഞ്ച് കമ്പനിയായ ഏരിയൻ സ്പേസിന് തൽക്കാലം നൽകാൻ പ്രവർത്തനക്ഷമമായ റോക്കറ്റുകൾ ഇല്ല. യുക്രൈൻ യുദ്ധം നടക്കുന്നതിനാൽ റഷ്യൻ റോക്കറ്റുകളും പ്രായോഗികമല്ല. ഇതിനാലാണ് ISRO സ്പേസ് എക്സിലേക്ക് തിരിഞ്ഞത്. GSAT-20 ഭ്രമണപഥത്തിലെത്തിക്കാൻ $7 കോടി, അതായത് 591 കോടി രൂപയാണ് ചെലവ്. 14 വർഷത്തെ ആയുസ്സുള്ള ഉപഗ്രഹം വിമാനങ്ങൾക്കുള്ളിൽ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കാൻ സഹായിക്കും. ടെലികോം ഉപഭോക്താക്കൾക്ക് അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകാൻ GSAT-20 സഹായിക്കും. ഉൾനാടുകളിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കുന്നതിന് GSAT-20 ഉപഗ്രഹം സഹായിക്കും. ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലും അതിവേഗ കണക്ടിവിറ്റി എത്തും. അതേസമയം വാർത്താവിനിമയ ഉപഗ്രഹമായാണ് GSAT-20 വിശേഷിപ്പിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ നിരീക്ഷണ ഉപഗ്രഹമെന്നും വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും ലക്ഷദ്വീപും ഉൾപ്പെടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ മുഴുവൻ നിരീക്ഷിക്കാൻ ഇതിന് സാധിക്കും. ഉപഗ്രഹത്തിന്റെ കണ്ണു വെട്ടിച്ച് കടൽക്കാക്ക പോലും പറക്കില്ലെന്ന് ചുരുക്കം. ഇതിന്റെ 32 സ്പോട്ട് ബീമുകളിൽ 8 എണ്ണം വടക്ക് കിഴക്കൻ മേഖലയിലും 24 വീതമുള്ള ബീമുകൾ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അറബിക്കടൽ മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള ഭാഗങ്ങളിൽ ചൈന പോലുള്ള രാജ്യങ്ങളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ കഴിയുമെന്നതാണ് ഈ ഉപഗ്രഹത്തിന്റെ തന്ത്രപ്രധാനമായ വശമെന്ന് മുൻ ISRO ശാസ്ത്രജ്ഞനായ വിനോദ് കുമാർ ശ്രീവാസ്തവെ പറഞ്ഞു. വാർത്താവിനിമയത്തിന് പുറമെ സൈന്യത്തിനും ഇത് ഉപയോഗിക്കാം. ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഉപഗ്രഹത്തിന്റെ ഉടമ. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.